അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള വളരെ സുപ്രധാനവും വളരെ സവിശേഷതകൾ നിറഞ്ഞതുമായ ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരമ്പര വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ യാതൊരു നിലയിലുമുള്ള നഷ്ടപ്പെടലും കൂടാതെ യാതൊരു നിലയിലുമുള്ള പോറലുമേക്കാതെ അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. സമകാലിക യുഗത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരോടും നമ്മൾ എത്ര ആദർശവാദിയാകട്ടെ, നമ്മൾ ആരും ആവട്ടെ, നമ്മളോട് നമ്മുടെ പിതാമഹന്മാരുടെ പേരൊന്ന് പറയുവാൻ ആവശ്യപ്പെട്ടാൽ നമ്മളിൽപ്പെട്ട എത്ര പേർക്ക് നമ്മുടെ പിതാമഹന്മാരുടെ പേര് വളരെ കൃത്യമായി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പറയുവാൻ സാധിക്കും? വലിയ പണ്ഡിതനായിരിക്കാം, പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരിക്കാം, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഔന്നിത്യമുള്ള പൊതുപ്രവർത്തകനായിരിക്കാം, വലിയ തൂലിക എഴുതുന്ന എഴുത്തുകാരനായിരിക്കാം. പക്ഷേ തൻ്റെ പിതാമഹന്മാരുടെ പേരൊന്ന് വ്യക്തമാക്കുവാനും വിശദീകരിക്കുവാനും പറഞ്ഞാൽ ആർക്കാണ് സാധിക്കുക? നമ്മിൽപ്പെട്ട എത്ര പേർക്കാണ് സാധിക്കുക? ആരും ആരെയും വിമർശിക്കേണ്ടതല്ല, ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതുമല്ല. ഒറ്റയ്ക്കൊരു ആത്മപരിശോധന, ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സംഗതിയാണിത്. നമുക്ക് നമ്മുടെ പിതാവിൻ്റെ പേരറിയാം, പിതാവിൻ്റെ പേരും അറിയാം. കൂടി വന്നാൽ 1, 2, 3, 4 തലമുറകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. അതിനപ്പുറം നമുക്ക് അറിവില്ല, നമുക്കത് പകർന്നു തരുന്നില്ല. എന്നാൽ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാം, അനൂസ്, കിനാൻ, മഹാലീലിൽ, യാറദ്, ഇദ്രീസ്, മത്ശാലിഹ്, ലാമിക്, നൂഹ്, സാം, അർഫർഷർ, സാലിഹ്, ഹൂദ്, ഫാലിഹ്, റഹൂ, സമൂഹ്, നഹൂർ, ആദർ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്നാൻ, മആദ്, നിസാർ, മുദർ, ഇല്യാസ്, മുദ്രിക, ഖുദൈമ, കിനാന, നദർ, മാലിക്, ഫിഅർ, ഗാലിബ്, ലുഗയ്ബ്, കഅബ്, മുറ, കിലാബ്, ഖുസയ്യ്, മനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബിന് അബ്ദുല്ലാഹ് ഇബ്ൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഇത്ര കൃത്യമായി പിതാമഹന്മാരുടെ പേരുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത.